5 സീരീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഉള്ളാളത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഇതാക്കണം. നിങ്ങളുടെ ഫ്ലെക്സിൽ ആദ്യം വെച്ചിട്ടുള്ള 2 വാക്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഖബർ സിയാറത്തും ഖബർ ആരാധനയും. അത് ഖബർ സിയാറത്ത് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് വെച്ചിട്ട് പറഞ്ഞതും, പിന്നെ ആരാധന ഇവിടെ സയ്യിദ് മദനി തങ്ങളുടെ ദർബാറിലേക്ക് വരുന്ന മുസ്ലിമീങ്ങളെ കുറിച്ചിട്ടാണോ പറഞ്ഞത്, അല്ല മുസ്ലിമീങ്ങളാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞതാണോ? 1. 2, മഹാനായ താജുൽ ഉലമ തങ്ങൾ പഠിപ്പിച്ച ഈ നാട്ടിൽ എന്ത് ആരാധനയാണ് മദനി തങ്ങളുടെ ദർബാറിൽ വെച്ച് നടക്കുന്നത്? 2. 3, ഇവിടെ മറുപടി പറഞ്ഞിട്ടാകാം ബാക്കി. ഖബർ സിയാറത്തും ഖബർ ആരാധനയുമായി ബന്ധപ്പെട്ട് ഇവിടെ സലഫികൾ സ്ഥാപിച്ച ഫ്ലക്സുമായി ബന്ധപ്പെട്ടാണ് സുഹൃത്ത് ഇവിടെ ചോദ്യം ഉന്നയിച്ചത്. ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴും അവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ല. ചെയ്യേണ്ട കാര്യം എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് എന്ന് പ്രമാണബദ്ധമായി പഠിപ്പിക്കലാണ് ഇസ്ലാമിന്റെ ശൈലി. അതാണ് സലഫികളും സ്വീകരിച്ചു പോരുന്നത്. ഖബർ സിയാറത്ത് സുന്നത്താണ്. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. നബി തങ്ങൾ അത് പ്രോത്സാഹിപ്പിച്ചു, സ്വഹാബത്ത് അത് ചെയ്തു, താബഈങ്ങൾ അത് ചെയ്തു, അഇമ്മത്ത് അത് പരിചയപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ എന്തിനാണ് ഖബർ സിയാറത്ത്? ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട ലക്ഷ്യം ഒന്നാണ്, മരിക്കുമെന്ന ഓർമ്മയുണ്ടാവാൻ. ഫഇൻഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, അല്ലെങ്കിൽ ഫഇൻഹാ തുദക്കിറുക്കുമുൽ ആഖിറ, പരലോകമെന്ന ഓർമ്മയുണ്ടാവാൻ, മരിക്കുമെന്ന ഓർമ്മയുണ്ടാവാനാണ് ഖബർ സിയാറത്ത്. ആ ലക്ഷ്യത്തിൽ നടക്കേണ്ട ഖബർ സിയാറത്തിനെ വഴിമാറ്റി കൊണ്ടുപോയി മുസ്ലിമീങ്ങൾ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഉള്ളാളിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അത് വ്യാപകമാണ്. നൂറ്റാണ്ടുകളായി ലോകത്തങ്ങനെ നടക്കുന്നുമുണ്ട്. ഷിയാക്കളാണ് തുടങ്ങി വെച്ചത്. ആ ഷിയാക്കളിൽ നിന്ന് പിന്നീട് സൂഫികളാണ് അത് ഏറ്റെടുത്തത്. തുരീഖത്തിന്റെ പേരിൽ, തസവൂഫിന്റെ പേരിൽ അത്തരം സംസ്കാരങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് അത് വ്യാപകമായി വരികയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ അത് സമസ്തക്കാർ ഏറ്റെടുത്തു. വ്യത്യസ്തമായ തുരീഖത്തുകളെ സമസ്ത സ്വീകരിക്കുക വഴി ഇത്തരം തെറ്റായ സിയാറത്തിന്റെ മറവിലുള്ള ഇത്തരം ശിർക്കായ കാര്യങ്ങൾ, കുഫ്റാകുന്ന കാര്യങ്ങൾ, ബിദ്അത്താകുന്ന കാര്യങ്ങൾ, ഖുറാഫാത്തുകൾ എല്ലാം നമ്മുടെ നാട്ടിൽ വ്യാപകമായി വന്നിട്ടുണ്ട്. അത് എല്ലാ ദർഗക്കും ഒരുപോലെ ബാധകമാണ്. നബി തങ്ങൾ ദുആ ചെയ്തത് നബിയുടെ ഖബറിനെ പറ്റിയാണല്ലോ. നബിയുടെ ഖബറിനെ പറ്റി ദുആ ചെയ്തത് അല്ലാഹുമ്മ ലാ തജൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി തങ്ങൾ ദുആ ചെയ്തെങ്കിൽ, ഉള്ളാൽ തങ്ങളെക്കാളും വലിയ തങ്ങൾ നബി തങ്ങളാണല്ലോ. ഉള്ളാൽ ദർഗയേക്കാളും മഹത്വമുള്ള ഖബർ നബി തങ്ങളുടെ ഖബറാണല്ലോ. ആ ഖബറിനെ പറ്റിയാണ് നബി തങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. അപ്പൊ ആ വിലക്കപ്പെട്ട കാര്യം ഏത് ഖബറുകൾ ചെയ്താലും അത് തെറ്റായ കാര്യം തന്നെയാണ്. അത് നബിയുടെ ഖബറുകൾ ചെയ്താലും അങ്ങനെ തന്നെയാണ്, മറ്റേത് ഖബറുകൾ ചെയ്താലും അങ്ങനെ തന്നെയാണ്, എത്ര വലിയ ആള് പഠിപ്പിച്ചാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിൽ മാത്രമേ തെറ്റുപറ്റാത്തതുള്ളൂ. അള്ളാഹു തആല പഠിപ്പിച്ചതിൽ മാത്രമേ തെറ്റുപറ്റാത്തതുള്ളൂ. നമ്മുടെ പ്രമാണം വിശുദ്ധ ഖുർആനാണ്, പ്രവാചക വചനങ്ങളാണ്. അത് രണ്ടുമാണ് ഇസ്മത്തുള്ള, തെറ്റുപറ്റാത്ത, പാപസുരക്ഷിതമായ പ്രമാണങ്ങൾ. അത് രണ്ടുമാണ്. മറ്റാരും പറഞ്ഞതിലും തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാം, ശരിയാണെങ്കിൽ ആ ശരി നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ബാക്കി സഹോദരൻ ചോദിക്കട്ടെ, അപ്പൊ ബാക്കി പറയാം. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം, ഇവിടുത്തെ നിങ്ങൾ ആദ്യമായിട്ട് ഇട്ട ഫ്ലെക്സിലുള്ള ഒന്നാമത്തെ വാക്യം ഖബർ സിയാറത്ത്, ഇത് മുഅ്മിനീങ്ങൾക്ക് വെച്ചിട്ട് ചോദിച്ചതല്ലേ? അതെ, പറഞ്ഞല്ലോ. ഓക്കെ. അതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഖബർ ആരാധന, അത് ആർക്ക് വെച്ചിട്ടാണ് ചോദിച്ചത്? ഖബർ ആരാധിക്കുന്ന എല്ലാവർക്കും വെച്ചതാണ്. ഖബർ ആരാധിച്ചാലും അവർക്കെല്ലാം മതങ്ങൾ. ഓക്കെ, എന്നാൽ ഓക്കെ. അപ്പൊ അത് ഇവിടുത്തെ അമുസ്ലിമീങ്ങളും അവിടെ സന്ദർശിക്കുന്ന അമുസ്ലിമീങ്ങൾ അങ്ങനെ വെച്ച് ഞങ്ങൾ വിചാരിക്കും. ഓക്കെ, ഞാൻ വിചാരിച്ചു. അതിനുള്ള ഒരു പ്രശ്നം, അവിടെ ഉള്ളാള് മദനി തങ്ങളുടെ ദർബാറിന്റെ ഫോട്ടോ എന്തിനു വെച്ചിട്ട് ആരാധിക്കുന്നു, എന്തിനിട്ടു? അവിടെ നടക്കുന്നുണ്ട്.
അത് ഇല്ല, പറഞ്ഞിട്ടില്ല. നബിതങ്ങൾ വിലക്കിയ ഖബർ ആരാധന അവിടെ നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച ഖബർ ആരാധന, ഞാൻ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ എന്ത് ഖബർ ആരാധനയാണ് നടക്കുന്നത്? ഉള്ളാൾ ദർഗയിൽ വെച്ചിട്ട് നിങ്ങൾ ഉള്ളാളത്തിൽ പ്രോഗ്രാം നടത്തുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പിൻ ടു പിൻ വാട്ട് ഖബർ ആരാധനയാണ് ഇവിടെ നടക്കുന്നത്, അത് ഞമ്മൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഡെയിലി മഹാനായ മദനി തങ്ങളുടെ അടുത്ത് പോകുന്ന ആളാണ്. അപ്പൊ ഞമ്മക്കും ഒരു മനസ്സിലാക്കാം. ഞങ്ങൾ പരാതി പറയാനല്ല, അൽഹംദുലില്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാം തന്നിട്ടുണ്ട്. മദനി തങ്ങൾ ഇവിടേക്ക് ദീൻ എത്തിച്ച ആളാണ്. എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പാക്കും ദീൻ കിട്ടിയത് മദനി തങ്ങളെ കൊണ്ടാണ്. ഞങ്ങൾ മദ്രസ പഠിച്ചത് മദനി തങ്ങളെ കൊണ്ടാണ്. അതിനാണ് ഞാൻ ഡെയിലി പോയിട്ട് ഹാജരിയിടും. അതിന് നിങ്ങൾ ഞങ്ങളുണ്ട്, നിങ്ങൾ പഠിപ്പിച്ച വഴിയിൽ തന്നെ ഞങ്ങളുണ്ട് എന്ന് പറയും. അതന്നെ ഖബറാരാധന, അതാണ് ഖബറാരാധന. അത് പാടില്ല. ഖബറുകളിൽ പോയിട്ട് അങ്ങനെ പറയാനേ വകുപ്പില്ല. ഖബറുകൾ ചെന്നാൽ പറയാനുള്ളത് നബി തങ്ങൾ പഠിപ്പിച്ചു, സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ച ഖബർ സിയാറത്ത്. നബി തങ്ങളുടെ കാലത്ത് ആയിരക്കണക്കായ സ്വഹാബത്തിന്റെ ഖബറുണ്ടായി. നബി തങ്ങളുടെ ഖബർ ഉണ്ടായ ശേഷം ലക്ഷത്തിൽ പരം സ്വഹാബിമാർ ജീവിച്ചു. ആ ഒരു സ്വഹാബിയോ ഒരു താബിഇയോ നബി തങ്ങളുടെ ഖബറുകൾ ചെന്നുകൊണ്ട് നബിയെ നിങ്ങൾ പഠിപ്പിച്ച ദീനിൽ ഞങ്ങൾ ഉണ്ട് കേട്ടോ, തെറ്റിപ്പോയിട്ടില്ല, അവിടെ താങ്ക്സ് എന്ന് പറയാൻ ഒരു സ്വഹാബി അവിടെ പോയിട്ടില്ല. അവിടെ പോയി ജാറം മൂടിയിട്ടില്ല, അവിടെ വിളക്ക് കത്തിച്ചിട്ടില്ല, ആ ഖബർ കെട്ടിയുയർത്തിയിട്ടില്ല, അവിടെ പോയി തൊട്ടുമുത്തിയിട്ടില്ല, അവിടെ പോയി തടവിയിട്ടില്ല, അവിടെ പോയി സങ്കടം പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല, ആപരാതി പറഞ്ഞിട്ടില്ല. കാരണം എന്താ? നബി ഞങ്ങൾ പഠിപ്പിച്ചതൊന്നുമല്ല. എന്നാൽ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഉള്ളാൾ നടക്കുന്നുണ്ട്, മമ്പുറത്തും പുത്തമ്പള്ളി മജ്മീറും ഏറുവാടിയും പൊന്നാനിയും പുതുപൊന്നാനിയും മുത്തുപ്പേട്ടും തുടങ്ങി ഒട്ടുമിക്ക സ്ഥലത്തും ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് ഖബർ സിയാറത്തേ അല്ല. നബി ഞങ്ങൾ പഠിപ്പിച്ചത് ഖബർ ഒരു ചാണോളം ഉയർത്താനാണ്. നബിയുടെ ഖബർ അങ്ങനെയാണ്. നഹ്വം മിൻ ശിബർ, ഒരു ചാണോളമാണ് നബി ഞങ്ങളുടെ ഖബർ ഉയർത്തിയത്. നഹ്വം മിൻ അർബഇ അസ്വാബിഅ, 4 വിരലോളം എന്നും ഹദീസിൽ, 4 വിരൽ ഇങ്ങനെ വെച്ചാണ് ഹൈറ്റ്. അതാണ് ഒരു ചാണോളം എന്ന് മറ്റു ഹദീസിൽ പറഞ്ഞത്. ഇതാണ് നബി തങ്ങളുടെ ഖബർ, ഇതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ, ഇതാണ് ഉമർ ഖത്താബിന്റെ ഖബർ, ഇതാണ് സ്വഹാബത്തിന്റെ ഖബർ. ഒരു സ്വഹാബിയുടെ ഖബറും മറ്റൊരു സ്വഹാബി അല്ലെങ്കിൽ താബിഈ കെട്ടിയുയർത്തിയിട്ടില്ല, ജാറമാക്കി മാറ്റിയിട്ടില്ല, അവിടെ വിളക്ക് വെച്ചിട്ടില്ല, അവിടെ ദർഗയുണ്ടാക്കിയിട്ടില്ല, അവിടെ ആ വക ഒരു ഏർപ്പാടും ചെയ്തിട്ടില്ല. അത് മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല, നബി തങ്ങളെ പഠിപ്പിച്ച അധ്യാപനമല്ല. അത് ലോകത്ത് ആദ്യമായി തുടങ്ങിയത്, ഈ ഉമ്മത്തിൽ തുടങ്ങിയത് ഷിയാക്കളാണ്. അതിന് മുമ്പ് ചെയ്തത് യഹൂദികളും നസ്വാറാക്കളുമാണ്. ഈ ഉമ്മത്തിൽ ഷിയാക്കൾ തുടങ്ങി. ഈ ഉമ്മത്തിൽ നബി തങ്ങളുടെ കാലശേഷം ആദ്യത്തെ ജാറം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇറാഖിലെ നജഫിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഹുസൈൻ ബിൻ അലിയുടെ പേരുള്ള ജാറമാണ് ഒന്നാമത്തെ ജാറം. ഹിജറ 300കളിൽ ഇറാഖിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഹുസൈൻ ബിൻ അലിയുടെ പേരുള്ള ജാറമാണ് ഈ ഉമ്മത്തിൽ ആദ്യമായി ഉണ്ടായ ജാറം. പിന്നീട് അതിന് ശേഷം പലപ്പോഴായി പലരും ആ വഴി സ്വീകരിച്ചു പോന്നു. തസവുഫിന്റെ പേരിൽ, ത്വരീഖത്തിന്റെ പേരിൽ അതിന് ഇവിടെ വ്യാപകമായ അംഗീകാരം കിട്ടി. അതാണ് നമ്മൾ ഉമ്മത്തിലേക്ക് കടന്നു വന്നത്. അല്ല നബിയോ സ്വഹാബത്തോ താബിഈങ്ങളോ എവിടെയും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാൻ പഠിപ്പിച്ചില്ല. താങ്കൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിച്ചത് എങ്കിൽ, ദീൻ അറിയാനും പഠിക്കാനുമാണ് താങ്കൾ ചോദിച്ചത് എങ്കിൽ, താങ്കൾ ആത്മാർത്ഥമായി അന്വേഷിക്കുക. നബിതങ്ങളുടെ ഏതെങ്കിലും അധ്യാപനത്തിൽ, സ്വഹാബിമാരുടെ ഏതെങ്കിലും അധ്യാപനത്തിൽ ഒരു ഖബറെങ്കിലും കെട്ടിയുയർത്തിയതുണ്ടോ? ഒരു ഖബറിങ്ങനെ വിളക്കി വെച്ചതുണ്ടോ? ഒരു ഖബർ ജാറം മൂടിയതുണ്ടോ? അവിടെ പോയി തൊട്ടുമുത്തിയതുണ്ടോ? അവിടെ പോയി സങ്കടം പറഞ്ഞതുണ്ടോ? അവിടെ പോയി രോഗം മാറാനും മുറാദ് ഹാസിലാകാനും പരാതികൾ പരിഹരിക്കാനും പോയി പറഞ്ഞ ഒരു മാതൃക നബിതങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ അധ്യാപനത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. നബിതങ്ങളാണ് ദീന് പഠിപ്പിച്ചത്, നബിതങ്ങളാണ് അല്ലാഹു തആല അയച്ചത് ദീന് പഠിപ്പിക്കാൻ. ആ നബിയിൽ നിന്ന് സ്വഹാബിമാരാണ് ദീന് പഠിച്ചത്. ബാക്കിയെല്ലാം പിന്നീട് വന്നവരാണ്. ഏത് വ്യക്തിയിലും അബദ്ധങ്ങൾ വരാം, സുബദ്ധങ്ങൾ വരാം. സയ്യിദ് മദനി പഠിപ്പിച്ച എല്ലാ അധ്യാപനവും നമ്മുടെ കൈവശം ഉണ്ടോ? ഇല്ലല്ലോ. സയ്യിദ് മദനിലുണ്ടോ? അതിന്റെ ചരിത്രത്തിൽ പലതും കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേരിൽ പലതും പ്രചരിപ്പിക്കുന്നുവെന്നല്ലാതെ അദ്ദേഹം എഴുതിയ കിതാബുണ്ടോ? അദ്ദേഹം പഠിപ്പിച്ച അധ്യാപനമുണ്ടോ? അതൊക്കെ കേട്ടുകേൾവി പറഞ്ഞു പ്രചരിപ്പിക്കുക എന്നല്ലാതെ അത്രയേ ഉള്ളൂ. അതല്ല ദീനിന്റെ അടിസ്ഥാനം. ദീനിന്റെ അടിസ്ഥാനം അല്ലാഹു തആല പറഞ്ഞു, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ആ നബിതങ്ങൾ പഠിപ്പിച്ചോ, ഖലാസ്, പിന്നെ സംസാരമില്ല. നബിയുടെ സ്വഹാബത്ത് പഠിച്ചതാണോ? അംഗീകരിക്കാം, സംശയമില്ല. സമയന വാത്തഅന. അതിന് ശേഷം ആര് ചേർത്താലും മതത്തിൽ ഇല്ലാത്തതാണോ അത് സ്വീകാര്യമല്ല. നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരുണ്ടാക്കിയാലും തള്ളപ്പെടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതാണ് അടിസ്ഥാനം. ഓക്കെ, നിങ്ങൾക്ക് സീരീസിൽ 3 എണ്ണങ്ങൾ ചോദിച്ചു, ഇനി 2 എണ്ണം ബാക്കി ഉണ്ടാവും, ചോദിച്ചോളൂ.
ഒന്നാമത്തെ ക്വസ്റ്റ്യനിന്റെ അതിന്റെ ഒരു മറുപടി കൂടുതൽ വേണമായിരുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരാധന എന്ന് പറഞ്ഞു, അത് ഏത് അടിസ്ഥാനത്തിലാണ് ആരാധന എന്ന് പറഞ്ഞത്? സഹോദരൻ പഠിക്കാൻ വേണ്ടിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഉള്ളാൾ ദർഗയിൽ ആരാധനയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമാണ് ഉള്ളത്? ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും പഠിപ്പിച്ച കാര്യമാണ്, അതിൽ സഹോദരന് തർക്കമില്ല. പക്ഷെ ആ ഖബർ സിയാറത്ത് പലപ്പോഴും ആരാധനയിലേക്ക് വഴിമാറുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് സഹോദരൻ ചോദിച്ചത്. ഇത് ഉള്ളാളിൽ നിന്ന് പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഖുതുബുസ്സമാൻ അസയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി, BK ഉസ്മാൻ സഖാഫി, അഡിയാർ, കണ്ണൂർ, സുൽത്താൻ ബുക്ക് സ്റ്റാൾ, ഉള്ളാൾ. ഇത് സലഫികൾ ഇറക്കിയതല്ല. ഇതിൻ്റെ പ്രസാധക കുറിപ്പ് വായിച്ചു തരാം. ഇവിടുത്തെ ഏതു കാര്യത്തിൻ്റെ വിജയത്തിനും പ്രധാന കാരണക്കാരനും പണ്ഡിത പാമരനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും രക്ഷക്കായി ഓടിയെത്തുന്ന ഗേഹമാണല്ലോ മദനി തങ്ങളുടെ ദർബാർ. അവിടുത്തെ പൊരുത്തവും സഹായവുമാണ് ഈ കൃതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സയ്യിദ് മദനിയെക്കുറിച്ച് ഇങ്ങനൊരു പുസ്തകം എഴുതിയ സഖാഫിയുടെ, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ആളുകളുടെ താല്പര്യം എന്താണ്? മരിച്ചുപോയ സയ്യിദ് മദനിയുടെ പൊരുത്തമാണ്. ഞാൻ ചോദിക്കുന്നു എൻ്റെ ബഹുമാന്യനായ സഹോദരനോട്, ഏതൊരു സൽക്കർമ്മം ഒരാൾ ചെയ്യുമ്പോഴും അയാൾ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിൻ്റെ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തവും അല്ലാഹുവിൻ്റെ തൃപ്തിയും അല്ലാഹുവിൻ്റെ സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ഇത് എഴുതിയ ആളുകൾ പറയുന്നു, ഇതിലൂടെ സയ്യിദ് മദനിയുടെ പൊരുത്തവും സഹായവുമാണ് ഈ കൃതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരു മരിച്ചുപോയ മനുഷ്യന്റെ പൊരുത്തം കിട്ടാൻ, ഒരു മരിച്ചുപോയ മനുഷ്യന്റെ സഹായം ലഭിക്കാൻ ഒരു സൽക്കർമ്മം ചെയ്യണമെന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ? ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം നാം ആഗ്രഹിക്കേണ്ടത് ആരുടെ പൊരുത്തമാണ്? അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ഈ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് സമാനമാണ് സയ്യിദ് മദീനയുടെ പൊരുത്തം എന്നൊരാൾ വിശ്വസിച്ചാൽ അതാണ് ആരാധന. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട, അള്ളാഹുവിന്റെ മാത്രം പൊരുത്തം ആഗ്രഹിക്കേണ്ട ഒരു കർമ്മത്തെ സയ്യിദ് മദനിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ് പിടിച്ചോളൂ. ഇതിന്റെ ആമുഖത്തിൽ BK ഉസ്മാൻ സഖാഫി, അഡിയാർ, കണ്ണൂർ എഴുതുകയാണ്, ഔലിയാക്കന്മാരുടെ ഒരു നൂറ്റാണ്ടിലെ ഖുതുബ് എന്ന ഉന്നതമായ സ്ഥാനം കൈവരിച്ചിരുന്ന മഹാനവർകൾ തനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച കറാമത്തിലൂടെ തന്നിലേക്ക് സഹായത്തിനായി പാഞ്ഞെത്തുന്ന എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിച്ചു. ജീവിതം മരണശേഷം എന്ന വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തണലായി വാഴുന്നു. ഞാൻ എൻ്റെ ബഹുമാന്യനായ സുഹൃത്തിനോട് ചോദിക്കുന്നു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മഹാനായ മനുഷ്യന്റെ ഖബറിന്റെ അടുക്കിലേക്ക് എന്തു പ്രയാസമുണ്ടെങ്കിലും സഹായത്തിനായി ഓടിച്ചെല്ലുന്നത് എന്തിനാണ്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഖരീബായ പടച്ചറപ്പിനെ വിട്ടുകൊണ്ട് ഒരു വലിയിന്റെയോ ഒരു സ്വാലിഹിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ ഖബറിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാത്ത എന്താണ് ഒരു വലിയിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇത് പറയുന്നു എല്ലാവരും. അത് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അവർ പല രീതിയിൽ സഹായിച്ചേക്കാം. പക്ഷെ മരിച്ചതിന് ശേഷം എല്ലാ ആളുകളും അവരുടെ സഹായത്തിനായി ആ മനുഷ്യന്റെ സയ്യിദ് മദനിയുടെ സഹായത്തിനായി പാഞ്ഞെത്തുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷവും സയ്യിദ് മദനി നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ
ആ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ പാഞ്ഞെത്തുന്നത്. സയ്യിദ് മദനി മരിച്ചു കഴിഞ്ഞ സയ്യിദ് മദനി ജീവിച്ചിരിക്കുന്ന മദനിയെ പോലെ തന്നെയാണ് എൻ്റെ പ്രയാസങ്ങൾ അറിയാനും സഹായിക്കാനും എന്നെ സഹായിക്കാനുമെല്ലാം സയ്യിദ് മദനിക്ക് മരിച്ചതിന് ശേഷം കഴിയും എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കുചേർക്കലാണ്. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനൊരു സബബ് അള്ളാഹുവിന്റെ ദീൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകന്മാർ വഖദ് അജ്ദബു മറാത്തിൻ, അവർക്കൊരു പ്രയാസങ്ങൾ ധാരാളക്കണക്കുണ്ടായിട്ടുണ്ടെന്ന്. എന്നിട്ടോ അവരെന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബറോടുണ്ടായിട്ട് സയ്യിദ് മദനിയുടെ ഖബറിനേക്കാൾ ലോകത്ത് ഏറ്റവും മഹത്തരമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മദീനത്തുണ്ടായിരിക്കെ ആ റസൂലുള്ളാഹിന്റെ സഹാബത്തിന് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി, അവർ ഓടിച്ചെന്നിട്ടില്ല. പക്ഷെ സയ്യിദ് മദനിയുടെ ഖബറിലേക്ക് ആളുകൾ ഓടിച്ചെല്ലുന്നു. എന്തുകൊണ്ട്? അപ്പോൾ അഹ്ലുസുന്നയുടെ വിശ്വാസമില്ലാത്ത ചിലതൊക്കെ ആടുകളുടെ മനസ്സിലുണ്ട്. ആ ഖബറിനോടൊരു ആരാധനാ മനോഭാവമുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് നോക്കൂ നിങ്ങൾ. ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നു. എന്താണത്? ഒരു കാലഘട്ടത്തിലെ ഔലിയാക്കളുടെ കുതുബായിരുന്ന ഉള്ളാൾ എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളെക്കുറിച്ച് മദ്ഹ് പറയുക എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഖുർആനിലുണ്ടോ സഹോദര? ഇത് തെറ്റല്ലേ? ഇനി അദ്ദേഹം പറയാണ്, കൂടാതെ സാലിഹീങ്ങളുടെ പ്രകീർത്തനം പുണ്യമുള്ളതാണല്ലോ. ആ വിഭാഗത്തിലാണെങ്കിൽ സാലിഹീങ്ങളുടെ നല്ലത് പറയാം, പക്ഷെ ഇത് നല്ലതല്ല മാത്രം പറഞ്ഞിട്ടുള്ളത്. ഇതും തെറ്റാണ്. എന്തുകൊണ്ട്? ഇനി തീർന്നില്ല. ഇതിന്റെ ഏറ്റവും അപകടകരമായ മറ്റൊരു വശം കൂടി ഞാൻ ഇതിൽ സൂചിപ്പിക്കാം. ഇതാ ഇതിന്റെ 21-ാമത്തെ പേജിൽ എന്തുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ അവർ ഖബറിൽ കിടക്കുന്ന ആളുകളെ ആരാധനാ മനോഭാവത്തോടുകൂടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ വളരെ മാന്യമായി ചോദിച്ച സഹോദരന് വളരെ മാന്യമായി ഉത്തരം പറയുന്നു. എന്താണ്? വിദൂരത്തിൽ നടക്കുന്ന ഏത് കാര്യവും അടുത്തുള്ളതുപോലെ കാണാനും ഏത് കാര്യം ചെയ്യാനും മഹാന്മാർക്ക് കഴിയും. ഇതാണ് സഹോദര അപകടം. ഇത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. ഈ അള്ളാഹുവിന്റെ വിശേഷണത്തെ സയ്യിദ് മദനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സയ്യിദ് മദനിയെ ഇലാഹാക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഇലാഹെന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും പൊന്നു സഹോദര, പൊന്നു സുഹൃത്തെ, അത് അപകടകമാണ്. എവിടെ നിന്ന് വിളിച്ചാലും. ഞാൻ ഒന്നുകൂടി വായിക്കാം. വിദൂരത്തിൽ നടക്കുന്ന ഏത് കാര്യവും അടുത്തുള്ളതുപോലെ കാണാനും ഏത് കാര്യം ചെയ്യാനും മഹാന്മാർക്ക് കഴിയുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളാൾ ദർഗയിലേക്കും അതുപോലെ തന്നെ മമ്പുറത്തേക്കും നാഗൂരിലേക്കും അജ്മീറിലേക്കും ബഗ്ദാദിലേക്കുമൊക്കെ ആളുകൾ പോകുന്നതെങ്കിൽ ആ വിശ്വാസത്തിൽ പൊന്നു മുഅ്മിനീങ്ങളെ പിഴവുണ്ട്. കാരണം അങ്ങനെ ഒരു ഖബറിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകേണ്ടിയിരുന്നെങ്കിൽ പ്രവാചകന്റെ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ട് സഹാബത്ത് പോകുമായിരുന്നു. അത് പ്രവാചകൻ പഠിപ്പിക്കുമായിരുന്നു. അതല്ല പ്രവാചകൻ പഠിച്ചത്. നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ല, പടച്ചവനോട് ചോദിക്കണം. അപ്പൊ എവിടെയാണ് ആരാധന ചോദിച്ചാൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ട പല വിശേഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട പല കാര്യങ്ങളും സയ്യിദ് മദനിയുടെ വിശേഷണമായി കൊണ്ട് എവിടെ നിന്ന് വിളിച്ചാലും അല്ലെങ്കിൽ ഏത് രൂപത്തിൽ ആളുകളെ കാണാനുമൊക്കെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസം സഹോദരന്മാരെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇവിടെ ആടിനെ നേർച്ചയാക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തഖർറുബല്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ഇവിടെ വിശദീകരിക്കപ്പെടും. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ എവിടെയാണ് ആരാധന ചോദിച്ചാൽ ഈ വിശ്വാസത്തിലാണ് ആരാധന വരുന്നത്. ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ പടച്ചറബിലേക്ക് തിരിയേണ്ട തേട്ടങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സയ്യിദ് മദനിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ അവിടെ അദ്ദേഹത്തെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എത്ര ആളുകൾക്കാണ് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് സഹോദര ആളുകൾ വരുന്നത്. ഇത് തെറ്റാണെന്ന് വളരെ നസീഹത്തോടുകൂടി ഞാൻ പറയുന്നു. ഇനി ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരെയുള്ള കാര്യങ്ങൾ അടുത്തതായിക്കൊണ്ട് ഔലിയാക്കന്മാർക്ക് നിരാക്ഷേപം കാണാൻ കഴിയും എന്നതിന് വല്ല തെളിവുണ്ടെങ്കിൽ സഹോദരന് പറയാം. അതല്ലെങ്കിൽ ഈ സയ്യിദ് മദനിയെ കുറിച്ച് മരിച്ചു കഴിഞ്ഞാലും ഔലിയാക്കന്മാർക്ക് ജീവിച്ചിരിക്കുന്നവരെ പോലെ തന്നെ ഇടപെടാനും അതുപോലെ തന്നെ സഹായിക്കാനും ഒക്കെ കഴിയുമെങ്കിൽ ഖുർആനിലും സുന്നത്തിലും തെളിവുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തിനത് പറയാം. അതില്ലാത്തിടത്തോളം കാലം, അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അന്യമായിടത്തോളം കാലം ഈ വിശ്വാസം തെറ്റാണ് സഹോദര. അതാണ് സലഫികൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ മറുപടിയിൽ ഒന്നും കൂടി ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞു
ഞാനിപ്പോൾ മദനി തങ്ങളോട് പോയി പറയുന്നത് അള്ളാഹുവിനോട് പോയി പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ആ ബുക്ക് വെച്ചിട്ട് പറഞ്ഞു തൃപ്തിയുള്ള കാര്യമാണ്. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. എൻ്റെ ഉമ്മയോട് എൻ്റെ ഉമ്മക്ക് തൃപ്തിയുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുമല്ലോ എന്നൊരു പേടി എനിക്ക് എപ്പോൾ ഉണ്ടാവും. അത് മരിച്ചു കഴിഞ്ഞാലും അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അതിനി കഴിഞ്ഞാലും ആ ഒരു തൃപ്തി ഉണ്ടാവട്ടെ. ആ ഒരു ഉമ്മാന്റെ ആ ഒരു ദുആ ഇപ്പോഴുമുണ്ട്, പിന്നെ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളും അത് പഠിപ്പിച്ചു തന്ന ദീനുമാണ്. പിന്നെ മറ്റൊന്ന്, അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യവും മദനി തങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു, അതൊരു കോൺട്രഡിക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദുനിയാവിയായ ചിന്ത വെച്ചിട്ട് ഒരു ലോജിക്കലി വെച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ഉമ്മയോട് ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം ഞാൻ വൈഫിനോട് കൊണ്ട് ചോദിപ്പിച്ചു. ജനറൽ ഒരു കോമൺ സെൻസ് യൂസ് ആക്കിയിട്ട് നമുക്കൊരു ലോജിക്കൽ തിങ്കിങ് ചെയ്തിട്ട് നോക്കാം. മദനി തങ്ങളടുത്ത് ഞങ്ങൾ മദനി തങ്ങളെ ഇലാഹ് എന്ന് വിചാരിക്കുന്നേ ഇല്ല, ഞങ്ങൾക്കത് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അവിടെ പോവാനും അവിടെ നിസ്കരിക്കാനും മദനി തങ്ങളോട് ഒരു സലാം നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ സലാമും പറയും, മറ്റു കാര്യങ്ങളും ഞങ്ങൾ പറയും. അത് നമുക്ക് അവർ കേൾക്കുന്നു എന്ന വിശ്വാസം അത് ദീൻ പഠിപ്പിച്ചു തന്ന വിശ്വാസമാണ്. മരിച്ചവർ ഞങ്ങളെ കേൾക്കുന്നു, അത് ബേസിക്കുള്ള വിശ്വാസമാണ്. അപ്പൊ അവർ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവർ പ്രതികരിക്കട്ടെ പ്രതികരിക്കാതിരിക്കട്ടെ, അത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എങ്ങനെ ആരാധനായി മാറും? ലോകത്തെവിടുന്നുമുള്ള വിളി മരിച്ചവർ കേൾക്കുന്നുവെന്ന് ദീൻ പഠിപ്പിച്ചിട്ടില്ല. അത് ദീനിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. അത് കേൾക്കുകയില്ല എന്നാ ദീന് പഠിപ്പിച്ചത്. അപ്പോഴാ മരിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയാം. മരിച്ച ആളെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, കൊണ്ടുപോയി മറവ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ അവസാനിച്ചത് കൊണ്ട്. രോഗിയായി കിടക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോയി മറവ് ചെയ്യും? ഇല്ലല്ലോ. മരിച്ച പിന്നെ മറവ് ചെയ്യാതെ വെക്കോ? അതുമില്ല. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്, ഉറപ്പാണല്ലോ. മരിച്ച ആളുകൾ ലോകത്തടക്കുന്ന എല്ലാ കാര്യവും കാണുകയില്ല, കേൾക്കുകയില്ല, അറിയുകയില്ല. അങ്ങനെ കാണും കേൾക്കുമെന്നാണെങ്കിൽ പിന്നെ മരിച്ചു എങ്ങനെ? ഇപ്പൊ ഞാൻ മരിച്ചോ ഇല്ലേ എങ്ങനെ ഉറപ്പിക്കാം? മരിച്ചാലും കാണും, മരിച്ചാലും കേൾക്കും, മരിച്ചാലും പ്രസംഗിക്കും, മരിച്ചാലും മുഖാമുഖം നടത്തുന്നതാണെങ്കിൽ ഒരാൾ പങ്ങൾ വന്നില്ല, ഇയാൾ മരിച്ച ആളാണ് പിടിച്ചോണ്ടേ മറയൂലേ? അങ്ങനെ ഒന്നില്ല. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ദീനിലില്ല. അല്ലാഹു തിരിച്ചാ പറയും, നിങ്ങൾ വിളിച്ചു തേടിയാൽ നിങ്ങൾ തേട്ടം അവർ കേൾക്കുകയില്ല. സൂറത്ത് ഫാത്തിറിലെ 13-ാമത്തെ വചനം. സൂറത്ത് അഹ്ഖാഫിൽ വീണ്ടും പറഞ്ഞു, മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് വരെ ഉത്തരം ചെയ്യുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യുകയില്ല. അപ്പൊ ദീനിന്റെ സ്റ്റേറ്റ്മെന്റ് അതാണ്. അപ്പൊ ഉമ്മാന്റെ തൃപ്തി തേടുന്ന പോലല്ല സൈദും അതിന്റെ തൃപ്തി തേടുക. ഉമ്മ മരിച്ചതിന് ശേഷവും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യൂല, ശരിയാണ്. പക്ഷെ അത് ചെയ്താൽ ഉമ്മ അറിയും, ഉമ്മ കേൾക്കും, ഉമ്മ അവിടുന്ന് എനിക്കെതിരെ ആക്ഷൻ എടുക്കും എന്ന് വിശ്വാസത്തിലാണെങ്കിലോ അതും ശിർക്കാണ്. അപ്പൊ അതും ശിർക്കാണ്. നേരെ വെച്ച് ഉമ്മയുള്ള ആദരവും ബഹുമാനവും കൊണ്ട്, ഇഷ്ടവും സ്നേഹവും കൊണ്ട് ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഉമ്മ മരിച്ചാലും നമ്മൾ ചെയ്യൂല. എന്റെ ഉമ്മക്ക് ഇഷ്ടമില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയും. അത് സ്വാഭാവികമാണ്. അത് ആരോടും ആവാം. അത് ഉമ്മ വാപ്പാവിൽ നിന്നില്ല, സുഹൃത്തിന്റെ പേരിലാവാം, മുസ്ലിം പോലെ ആയിക്കോളുന്നില്ല. മുസ്ലിം പോലും ആകും. നമ്മുടെ ഒരു അമുസ്ലിമായ സുഹൃത്തുണ്ട്, അവനിഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോഴും അതെ അവനിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നൽ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പൊ അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇനി ഉള്ളാൽ തങ്ങൾ ജാറത്തെങ്കിൽ പോയിട്ട് അവിടെ സലാം പറയുമ്പോൾ, അവിടെ പോയി സങ്കടങ്ങൾ പറയുമ്പോൾ, അവിടെ പോയി രോഗം ശിഫയാകാനും ആഫിയത്ത് കിട്ടാനും മുറാദ് ഹാസിലാകാനും പറയുമ്പോൾ അദ്ദേഹം അത് കേൾക്കും, അറിയും, അദ്ദേഹം ഇടപെടും എന്നല്ലേ വിശ്വാസം? അത് അല്ലാഹു കഴിവ് കൊടുത്തു എന്നല്ലേ വിശ്വാസം? അങ്ങനെ കഴിവ് അല്ലാഹു കൊടുത്തിട്ടില്ല. അദ്ദേഹം അത് അറിയുന്ന പോലുമില്ല. നിങ്ങളവിടെ വന്നു എന്ന കാര്യം പോലും അറിയുന്നില്ല, വിളിച്ചത് കേൾക്കുന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് പോലും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ മാലപ്പാട്ടുകളിൽ, മൗലീദുകളിൽ, റാത്തീബുകളിൽ, കുതുബിയ്യത്തുകളിൽ എല്ലാം പഠിപ്പിച്ച ആശയമാണത്. അത് സൂഫികൾ പരിചയപ്പെടുത്തിയ ഇസ്ലാമാണ്, നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഇസ്ലാമല്ല. നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഇസ്ലാമിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. സ്വഹാബത്തെ മനസ്സിലാക്കിയ ഇസ്ലാമിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഷിയാക്കളുടെ ഇസ്ലാമിൽ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സൂഫികളുടെ ഇസ്ലാമിൽ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ത്വരീഖത്തുകാർക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് നബിതങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ സ്വഹാബത്തിന്റെ ചർച്ച വന്നു. ചിലർ പറഞ്ഞു നബി വഫാത്തായിട്ടില്ല, ചിലർ പറഞ്ഞു അല്ല വഫാത്തായി. അഭിപ്രായ വ്യത്യാസമായല്ലോ. ആരെങ്കിലും പറഞ്ഞോ നബിയോട് ചോദിച്ചു നോക്കാം, അവിടെ ഉണ്ടല്ലോ, നബി വഫാത്തായോ ഇല്ലേ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. ഇല്ല. അബൂബക്കർ സിദ്ദീഖ് കടന്നു വരികയും
നബിതങ്ങളെ റൂമിലേക്ക് വരികയും നബിതങ്ങളെ മുഖത്ത് നിന്ന് പുതപ്പ് നീക്കുകയും ചെയ്ത് നബി വഫാത്തായി എന്ന് ഉറപ്പുവരുത്തി ആ മുഖത്ത് ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം വന്ന് പ്രഖ്യാപിച്ചു സഹാബത്തിനോട്, നിങ്ങൾ ആരെങ്കിലും പടച്ച റബ്ബിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ആരെങ്കിലും ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണെങ്കിൽ അവൻ ഹയ്യാണ്, മരിക്കാത്തവനാണ്. ഇനി അതല്ല നിങ്ങൾ ഇബാദത്ത് മുഹമ്മദ് നബിക്കാണോ എങ്കിൽ ആ മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. സദീഖ് ഖാൻ പ്രഖ്യാപിച്ചതാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്താണ്. അപ്പൊ എന്താ സദീഖ് ഖാൻ മനസ്സിലാക്കിയത്? വഫാത്തായ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നല്ലേ. എന്നാ മറ്റു സാഹിബിനെ എന്താ സദീഖ് ഖാൻ, നിങ്ങൾ വഹാബിയായോ, മരിച്ചാൽ എന്താ കുഴപ്പം, മരിച്ചാലും കാണൂലേ, മരിച്ചാലും കേൾക്കൂലേ എന്നല്ലേ വരിക. നബി വഫാത്തായപ്പോ അടുത്ത ചർച്ച വന്നു, ആര് ഖലീഫയാകണം. ഒരുപാട് ചർച്ചകൾ നടന്നു. ആരെങ്കിലും പറഞ്ഞോ നബിയോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അവര് മുഷാവറ ചെയ്തു, അവസാനം തീരുമാനിച്ചു. മറ്റൊരു ചർച്ച വന്നു, നബി ഞങ്ങൾ എവിടെ മറവ് ചെയ്യണം ചർച്ച വന്നു. ചിലർ പറഞ്ഞു മക്കയിലാവാം, ചിലർ പറഞ്ഞു മക്കയിൽ കൊണ്ടുപോകാം. വ്യത്യസ്തമായ ചർച്ചകൾ വന്നു. ആരെങ്കിലും പറഞ്ഞോ നബിയോട് ചോദിച്ചു നോക്കാം, നബിയുടെ മറമാടിയിട്ട് പോലും ഇല്ല, മയ്യത്ത് വേണ്ടല്ലോ എന്ന് പറഞ്ഞോ? ഇല്ല. സുദീഖ് ഖാൻ വന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കുന്നു, ഏത് അമ്പിയാക്കളും എവിടെയാണോ വഫാത്തായത് അവിടെയാണ് മറവ് ചെയ്യേണ്ടത്. പ്രശ്നം തീർന്നു. എത്രയെത്ര വിഷയങ്ങൾ. ഒരാളും അങ്ങനെ പോയിട്ടില്ല. അതാണ് ഇമാം സുയൂത്തി റഹിമഹുള്ളയുടെ അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, വഅന്ന സ്വഹാബത വഖദ് അജ്ദബു മർറാത്തിൻ വദഹമതുഹും നവായിബു ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന് ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി, വ്യത്യസ്തമായ ബുദ്ധിമുട്ടുണ്ടായി. ഒരാൾ പോയി നബിയുടെ ഖബറിൽ വന്ന് മഴയെ തേടിയില്ല, സഹായം ചോദിച്ചില്ല എന്ന് ഇമാം സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ അദ്ദേഹം പരിചയപ്പെടുത്തി. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ച ദീന്. എന്ന സയ്യിദ് മദീന തങ്ങളുടെ ഖബറടക്കം ഒട്ടുമിക്ക ദർഗകളിലും ഈ വക എല്ലാ തെറ്റായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ പോയി സഹായം അർത്ഥിക്കുന്നു, അത് ദുആ ആണ്, ഇസ്തിഗാസയാണ്, അത് അവര് ശിർക്കാണ്, പങ്കുചേർക്കലാണ്. അവർക്ക് വേണ്ടി നേർച്ച നേരുന്നു, അത് പാടില്ല. നേർച്ച ഇബാദത്താണ്. നേർച്ച നേരുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ പേരിലേ പറ്റുള്ളൂ, പടപ്പിന്റെ പേരിൽ നേർച്ച നേരാൻ പാടില്ല. അതുകൊണ്ട് സത്യം ചെയ്യൽ നടക്കുന്നു, സത്യം ചെയ്യൽ ഇബാദത്താണ്. അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടുള്ളൂ, പടപ്പിന്റെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്, ഇബാദത്താണ്. ഇങ്ങനെ തുടങ്ങി ലോകത്ത് എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും, അവരറിയും, അവർ കാണും. ഭാഷ പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല. ഈ മുഖാമുഖമടക്കം സയ്യിദ് മദീന തങ്ങൾ കേൾക്കുന്നല്ലേ നിങ്ങൾക്ക് വിശ്വസിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കേണ്ടത് അത് പോലും തെറ്റായ വിശ്വാസമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ പഠിക്കാൻ തയ്യാറായി, തെറ്റാണ് എന്ന് ബോധ്യമായാൽ അത് ഒഴിവാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വല്ലാഹു അഅലം. ഓക്കെ, ചോദ്യകർത്താക്കൾ ഇനിയുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ തരാം, കുഴപ്പമില്ല. 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലോ. ഏതായാലും മുപ്പരിങ്ങനെ അവിടെ സുജൂദിൽ ഇങ്ങനെ വീഴുന്നതും അവിടെ തൊട്ടുമുത്തുന്നതൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല എന്നതായിരിക്കും. അത് നല്ല വൃത്തിയുള്ള ക്യാമറ വെച്ചാൽ ചിലപ്പോൾ അതും കാണും. കാരണം ജാറങ്ങളിൽ പലതും അങ്ങനെ ഉണ്ട്. സാധാരണക്കാര് കാര്യമല്ല, സാക്ഷാൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഉസ്താദുമാര് ജാറത്തിങ്ങൽ പോയി ഖബറാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യമാണ് കണ്ടോണ്ടിരിക്കുന്നത്. വൈലത്തൂർ തങ്ങളാണ് സുജൂദിൽ കിടക്കുന്നത്, അപ്പുറത്ത് പൊന്മള മുസ്ലിയാരാണ്. അപ്പൊ ക്യാമറ പ്രത്യക്ഷപ്പെടുന്നിടത്ത് കിട്ടും. ക്യാമറ ഉള്ളിടത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഫൈസൽ മൗലവി പറഞ്ഞു, അവരെ സംബന്ധിച്ചുള്ള അത്തരം ചിന്തകളും പ്രതീക്ഷകളും ഒക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. നമ്മൾ അടുത്ത ചോദ്യകർത്താവിലേക്ക് പോകുന്നു.